ഇന്ന് നമുക്ക് തെർമോക്കോൾ വെച്ചിട്ടൊരു വെറൈറ്റി പിടിച്ചാലോ. ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ 2-3 ആനക്കുട്ടികൾ, അച്ഛനമ്മ, അച്ഛനാന്, അമ്മയാന്, കുട്ടിയാന്, അങ്ങനെ 3 ആനക്കുട്ടികളെ ഇതിൻ്റെ അകത്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഔട്ട്ലൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ആർച്ച് പോലത്തെ ഒരു ലൈനും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ തെർമോക്കോൾ കട്ടയും യൂസ് ചെയ്ത് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്ററിൻ്റെ മുകളിൽ കമ്പി വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ അതെനിക്ക് പോസിബിളായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ കത്തി വെച്ച് ഈസി ആയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടോ. പിന്നെ കുട്ടികൾ കത്തി വെച്ചിട്ടെടുക്കുമ്പോൾ സൂക്ഷിക്കുക, അമ്മമാരോട് അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് കത്തി വെച്ചിട്ട് തെർമോക്കോൾ മുറിക്കട്ടെ. കാരണം ഇതിൻ്റെ പശയുണ്ടല്ലോ, നമ്മുടെ കത്തി മുട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മുറിച്ചെടുത്ത ആനക്കുട്ടീനെ 3 ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഴക്കാലത്ത് സ്കൂൾ അവധി കൊടുക്കണോ വേണ്ടെന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അതിനോട് എന്താ അഭിപ്രായം? വേനലവധി വേണ്ടാന്ന് വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേനലവധി നമുക്ക് വേണം, മഴക്കാലാവധിയും കൂടി തരട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം. അപ്പോൾ അതേ വാൾപുട്ടി വെച്ചിട്ട് നമ്മളത് തെർമോക്കോളൊക്കെ ഇത് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ ചീപ്പ് വെച്ച് വരച്ച ഡിസൈൻ ഉണ്ടാക്കിയ ഡിസൈനൊക്കെ ഉണ്ട് നമ്മൾ മാറ്റും കേട്ടോ. ആനക്കൂട്ടിനെ 3 അതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും വാൾപുട്ടി വെച്ച് അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ സാൻഡ് പേപ്പർ ഇതിപ്പോൾ വെള്ള നിറത്തിൽ കാണുന്നതാണോ ഭംഗി, അതോ ഞാൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ അതാണോ ഭംഗി എന്ന് പറയണേ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടോ. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. കഷ്ടപ്പെട്ട് ചെയ്താണെങ്കിലും ഇഷ്ടപ്പെട്ടാണ് ചെയ്തത് ഗൈസ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചിട്ട് പോകട്ടെ കൂട്ടുകാരെ. അപ്പോൾ നാളെ പണിയായിട്ട് വരാവേ. അപ്പോൾ അത്തോളം ചാച്ചാ.